ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാത്ത ആളാണ് എന്ന് തോന്നൽ വരരുത്. ആർക്കുണ്ട് ഉറപ്പ് നമ്മൾ തിരക്കേടുള്ള ആളാണ്, നമ്മൾ ആഖിബത്ത് ആര് കണ്ട്? അല്ലാഹു നന്നാക്കി തരട്ടെ. ഇങ്ങനെ മൂന്നാലൊരു ചിന്ത വന്നാൽ ഞാൻ അവനിൽ സ്വാധീനം ചെലുത്തും. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഉഹദ്ദിറുക സലാസൻ, 3 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഭയപ്പെടുത്തി അറിയിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്ക്, ഇബ്ലീസ് വരുന്ന 3 രൂപങ്ങൾ. ഉഹദ്ദിറുക സലാസൻ. സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്, നല്ല സംഭാവന കൊടുക്കുക. ഉഹദ്ദിറുക സലാസൻ, 3 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ സൂക്ഷിക്കാൻ പറയുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ നിർദ്ദേശം നമുക്കും ബാധകമാണ്. ലാ തഖ്ലു ബിംറാത്തിൻ ലാ തഹില്ലു ലക. മൂസാ നബിയേ, നിങ്ങൾക്ക് അല്ലാഹ് ഹലാലാക്കി തന്നിട്ടില്ലാത്ത ഒരു പെണ്ണിനോടും കൂടെ നിങ്ങൾ ഒറ്റക്ക് ആകരുതേ. അത് ഒരു സ്കൂളിലാണെങ്കിലും ശരി, ഒരു നേർച്ച പരിപാടിയിലാണെങ്കിലും ശരി, ഒരു സൽക്കാരത്തിലാണെങ്കിലും ശരി, ഒരേ വാഹനത്തിലെ യാത്രയിലാണെങ്കിലും ശരി, അല്ലാഹ് ഹലാലാക്കി തരാത്ത ഒരു പെണ്ണിനോടുകൂടെ നിങ്ങൾ തനിച്ചു പോകല്ല. അല്ലാഹ് നിങ്ങൾക്ക് ഹലാലാക്കി തരാത്ത ഒരു പെണ്ണിനോട് നീ ഒറ്റക്കാകരുത്. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, അല്ലാഹ് നമുക്ക് ഹലാലാക്കി തരാത്ത ആണ് പെണ്ണിനോടുകൂടെ നമ്മൾ തനിച്ചാകുമ്പോ ഇബ്ലീസ് പറയുന്നു, ഇല്ലാ കുന്തു സ്വാഹിബഹു, ഞാൻ അവന്റെ കൂട്ടുകാരനാണ്, ഞാൻ അവനോട് സഹവസിക്കുന്നവനാണ്. ദൂന അസ്ഹാബി, എന്റെ ശിഷ്യന്മാരെയല്ല ഞാൻ വിടുന്നത്, ഞാൻ തന്നെ ഡയറക്റ്റ് ആയി ചെല്ലുകയാണ്. അഫ്തതിനുഹു ബിഹാ, ആ പുരുഷനെ, ആ പെണ്ണിനെ കൊണ്ട് ഞാൻ ഫിത്നയിലാക്കും. കുറച്ചു നേരം കൂടി സംസാരിച്ചോ എന്ന് പറയും. സംസാരിച്ച് കഴിയുമ്പോ നിന്റെ മനസ്സിലുള്ള മുറാദൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയും. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറയും, ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. തൊട്ടോളതിന് തകരാറൊന്നുമില്ലല്ലോ, തൊടുന്നതല്ലേ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ എന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയും. നമ്മൾ ഒരുമിച്ചൊന്ന് ഫോട്ടോ എടുത്താലോ എന്ന് പറയും. ഒരുമിച്ചൊരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചാലോ എന്ന് പറയും. ഒരുമിച്ചൊരു ബീച്ചിൽ പോയി ഇരുന്നാലോ എന്ന് പറയും. എല്ലാ ഫിത്നക്കും ഞാൻ അവരെ കൂടെയുണ്ട്. അതുകൊണ്ട് അന്യരായ ഒരു പെണ്ണിനോടും കൂടെ ഒറ്റക്ക് ആയി പോകല്ല. അവിടെയെല്ലാം ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട ഫിത്ന മുഴുവനും ചെയ്യും. മൂസാ നബി അലൈഹിസ്സലാമിനോട് 3 കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞതിൽ ഒന്നാമത്തതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉപ്പമാരോട് പറയട്ടെ, ഒരിക്കലും നിങ്ങളെ മൂത്ത മകന്റെ ഭാര്യയെ, നിങ്ങൾ ആ ഭാര്യയുടെ ഇളയ ആളായ ഭർത്താവിന്റെ അനുജന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വിട്ടുകൂടാ. അവിടെ പുഴയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാറിൽ വിട്ടുകൂടാ. ഒരു കാറിലല്ലേ ഉസ്താദേ, അയാളും അവളും തനിച്ചല്ലേ, ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു വീട്ടിലുള്ള ആൾക്കാരെന്നല്ലേ. ഇതിനേക്കാളും വലിയ ബഹുമാനവും തഖ്വയും ഇൽമുമുള്ള മഹാന്മാരായ സ്വഹാബ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്നത്തെ കാലത്ത് ചോദിച്ചിട്ടുണ്ട്, ഭർത്താവിന്റെ ബന്ധുക്കള് ഭർത്താവിന്റെ ഭാര്യയോട്, അതേ ഭർത്താവിന്റെ ഭാര്യയോട് ആ ഭർത്താവിന്റെ ബന്ധു വീട്ടുകാര്, ഉദാഹരണം പറഞ്ഞ സഹോദരന്മാര്, അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പമാരുടെ മക്കള്, അല്ലെങ്കിൽ അമ്മാവന്മാരുടെ മക്കള് ആ പെണ്ണിനോട് ഇടപഴകുന്നതോ, തങ്ങളതിന് ഉത്തരം പറഞ്ഞത് അൽഹംബു അൽ മൗത്ത്, ആ ബന്ധുക്കൾ ഇടപഴകുന്നത് മരണതുല്യമാണ്. മരണത്തെ പേടിക്കും പോലെ, മരണത്തെ സൂക്ഷിക്കും പോലെ സൂക്ഷിക്കേണ്ടതാണ്. ആരാണ് ഈ ചോദിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ സ്വഹാബത്താണ്. അവരോടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി. ഉസ്താദേ, എന്റെ വീട്ടിൽ അങ്ങനൊന്നും സംഭവിക്കൂലാന്ന് തീർച്ചപ്പെടുത്തി പറയാൻ ഇവിടെ ഒരാൾക്കും കഴിയൂല. സൂക്ഷ്മതയുടെ മാർഗങ്ങളിൽ നമ്മളൊരു നിലക്കും നിരാശരായി പോകരുത്. നമ്മൾ അതിൽ വിട്ടുവീഴ്ച കാണിക്കുന്നവരാകരുത്. അതേ, മൂത്ത മകന്റെ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത് ആരുടെ കൂടെയാണ്? ഇളയ മകന്റെ കൂടെയോ? പറ്റൂല. ഈ ഉപ്പ കൂടെ പോയിക്കോട്ടെ, ഉപ്പ മെഹ്റമാണ്. ഉപ്പ കാണുന്നതിനും അടുത്തിരിക്കുന്നതിനും വിരോധമില്ല. ഉപ്പക്ക് നൽകാൻ കഴിയുന്ന പ്രൊട്ടക്ഷന് ആ ചെറുപ്പക്കാരന് കൊടുക്കാൻ പറ്റൂല.
ഉപ്പക്ക് ആ പെണ്ണിനെ പറ്റി പരിരക്ഷ കൊടുക്കാൻ പറ്റുന്നതുപോലെ, സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നത് പോലെ ഈ ഭർത്താവിന്റെ അനുജന് കൊടുക്കാൻ കഴിയൂല. പരിധിയും പരിമിതിയും ഇല്ലേ? അല്ലെങ്കിൽ ഉമ്മ കൂടെ പോകട്ടെ, അല്ലെങ്കിൽ പെങ്ങന്മാര് പോകട്ടെ, കൂടെ ചേരാൻ പറ്റാത്ത ഒരാളെയും കൂടെ പറഞ്ഞു വിട്ടുകൂടാ. അത് ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ശരി, സൽക്കാരത്തിലാണെങ്കിലും ശരി, കല്യാണത്തിലേക്കാണെങ്കിലും ശരി, നേർച്ചയിലേക്കാണെങ്കിലും ശരി, ഉറൂസിലേക്കാണെങ്കിലും ശരി, സിയാറത്തിനാണെങ്കിലും ശരി, ഏതേത് മേഖലയിലാണെങ്കിലും ഒരന്യ ആണും അന്യ പെണ്ണും തമ്മിൽ തനിച്ചുകൂടാ. ബാപ്പയും ഉമ്മയും ഹോസ്പിറ്റലിൽ പോകാൻ, ആ പുരയിൽ മരിയോളുണ്ട്. പിന്നെ ആരാ പുരയിലുള്ളത്? ആ പുരയിലുള്ളത് ഈ പെണ്ണിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ആ പെണ്ണിന് സംസാരിക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനും പറ്റുന്ന മെഹറമുകൾ ആരുമില്ല. എന്ന് ആരെങ്കിലും ഒരാൾ അവിടെ നിൽക്കണം. അല്ലെങ്കിൽ ആ പെണ്ണിനെയും പോകുന്ന വണ്ടിയിൽ കൂടെ കയറ്റിക്കൊണ്ടോണം. ഇതിന് സാധാ നമ്മളെ പുരക്കാരൊക്കെ മറ്റേ നമുക്ക് സംശയം തെറ്റിദ്ധാരം ഉണ്ടാകാൻ പാടുണ്ടോ? തെറ്റിദ്ധാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സംശയങ്ങൾ വരാതിരിക്കാനാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞത്. പിന്നീട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനാണ്, ചതിയിൽ പെടാതിരിക്കാനാ സൂക്ഷിക്കാൻ പറയുന്നത്. അത് തന്നെ നമ്മളോട് ശ്രദ്ധിക്കാനോ സൂക്ഷിക്കാനാ പറയുന്നത്. ഒരുപക്ഷെ ഞാൻ അവിടെ ഉള്ള എല്ലാരും കുറ്റപ്പെടുത്തല്ല. ആ പെണ്ണിനോ ആണിനോ ഏതെങ്കിലും ഒരാൾക്ക് ഫിത്ന പിശാച് തോന്നിപ്പിച്ചാലോ, ശൈത്താൻ തോന്നിപ്പിച്ചാലോ, ഒന്ന് സംസാരിക്കാൻ, ഒന്ന് അടുത്തിരിക്കാൻ, ഒന്ന് അടുത്തിടപഴകാൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന് അവസരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ബാപ്പയും ഉമ്മയും പുരയിന്ന് പോകുമ്പോ മരയോൾ ഒറ്റക്കാണ്. പിന്നെ അവിടെ ഉള്ള ഭർത്താവിന്റെ അനുജനാണ്. എന്നാ രണ്ടുപേരും പോകരുത്, ഒരാൾ അവിടെ നിൽക്കണം. ഒന്നുകിൽ ബാപ്പ അവിടെ വേണം, അല്ലെങ്കിൽ ഉമ്മ അവിടെ വേണം. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം മേഖല. ഞാനത് പരത്തി നീട്ടി പറയുന്നില്ല, എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് അപജയം സംഭവിക്കുന്ന ഒരു വലിയ വിപത്ത് സംഭവിക്കുന്ന ഒരു മേഖല കാര്യമായിട്ടും ഇതാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് 3 കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് ഇബ്ലീസ് പറഞ്ഞപ്പോ ആദ്യമായി എണ്ണി പറഞ്ഞ ഇതാണ്. രണ്ടാമതായി പറഞ്ഞു, വലാ തുആഹിദുല്ലാഹ അഹദൻ ഇല്ലാ വഫൈത ബിഹി. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് നിങ്ങൾ എന്ത് കരാർ ചെയ്യുന്നുണ്ടോ, എന്ത് നേർച്ചയാക്കുന്നുണ്ടോ, എന്ത് വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ടോ, മുഴുവനും പൂർത്തിയാക്കണേ. ഏതെങ്കിലും ഒരാള് അള്ളാനെ മുൻനിർത്തി ഒരു സത്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ ഒരു ഓഫർ ചെയ്തു, അല്ലെങ്കിൽ ഒരു കരാറ് ചെയ്തു, അല്ലെങ്കിൽ ഒരു നേർച്ച ചെയ്തു, കുന്തു സ്വാഹിബഹു ഇല്ലാ കുന്തു സ്വാഹിബഹു, ഞാൻ അവന്റെ കൂട്ടുകാരനായി എത്തിയിട്ട് ഹത്താ ഹൂല ബൈനഹു വ ബൈനൽ വഫാ, ഞാൻ അവന്റെയും അത് പൂർത്തിയാക്കുന്നതിന്റെയും ഇടയിൽ മറയിടും. ഇക്കൊല്ലം കൊടുക്കണ്ട അടുത്ത കൊല്ലം കൊടുക്കാ, ഇക്കൊല്ലം പോകണ്ട അടുത്ത കൊല്ലം പോകാ, ഇപ്പൊ കുറച്ച് പ്രതിസന്ധികളൊക്കെ അല്ല പിന്നെ ആകാ, ഇപ്പൊ തന്നെ കൊടുത്തോണമെന്നില്ല, ഇനി എത്ര കാലമുണ്ട്, എഴുതി വെച്ചാൽ മതി, കുടുംബങ്ങൾ ആരെങ്കിലും കൊടുത്തോളും, ഞാനത് മറയിട്ട് പോകും. അള്ളാനെ മുൻനിർത്തിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ, പിന്തിരിയാൻ പാടില്ല, അത് പൂർത്തിയാക്കി വിട്ടണേ. പിന്തിരിക്കാൻ പാടില്ല. പിന്തിരിപ്പിന് അവന് വരൂലേ? നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു സ്വത്ത് മുഴുവനും കുടുംബത്തിനും മക്കൾക്കും വീതം വെച്ചു കൊടുത്തു. ബൽഖ് നാട്ടിലെ രാജാവല്ലേ മഹാനവർകൾ, സ്വത്ത് വീതം വെച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സാഹിദായി ഇറങ്ങുമ്പോ കുറെ ദൂരം മഹാനവർകൾ നടന്നുപോയൊരു കാട്ടിന്റെ ഉള്ളിലെത്തിയപ്പോ മുന്നിൽ വന്നിട്ട് ഒരാൾ പറയുന്നു, നിങ്ങൾ എന്ത് പൊട്ടനാണ്, നല്ല സുഖവും സൗകര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ഈ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകേ, മക്കത്തേക്ക് നിങ്ങളെ നോക്കാൻ ആരാണ് അവിടെ ഉള്ളത്, ഭക്ഷണം തരാൻ ആരാണ് അവിടെ ഉള്ളത്, നിങ്ങൾക്കൊരു അബദ്ധം സംഭവിച്ചതല്ലേ, ആരും പ്രശ്നമാക്കൂല, പോയൊന്ന് തിരുത്തിക്കോ, കുടുംബത്തോടൊപ്പം ജീവിച്ചോ, എത്ര സന്തോഷങ്ങളാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, മക്കളെയും പേരമക്കളൊക്കെ കണ്ട് ജീവിക്കണ്ടേ. മഹാനവറുകൾ ചിന്തിക്കുന്നു, അല്ലാ നിന്നോടല്ലേ ഞാനൊരു വാക്ക് പറഞ്ഞത്, ആ വാക്കിനെതിരായിട്ട് ആര് വന്നെന്നെ സ്വാധീനിച്ചാലും, ആര് വന്നെന്നെ പിന്തിരിച്ചാലും ഞാൻ അതിൽ നിന്ന് മാറൂല. തറക്തുൽ ഖൽഖ തുറം ഫീ ഹവാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക.
എല്ലാവരെയും വെടിഞ്ഞ് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കിയിട്ടാ ഞാൻ എന്റെ രാജാധികാരം ഒഴിഞ്ഞു വന്നത്. ഞാൻ എന്റെ മക്കൾക്കും കുടുംബത്തിനുള്ള വിഹിതങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരെ പട്ടിണിയിലാക്കിയിട്ടില്ല. നിന്നെ കാണാൻ മോഹിച്ചാണ് റബ്ബേ ഞാൻ വന്നത്. ആ കരാറിൽ നിന്ന് ഞാൻ മാറൂല. പിന്നെയും ഇബ്രാഹിം നദം റളിയല്ലാഹുവിന്റെ മുന്നിൽ പിന്നെയും ഇയാൾ വന്നു. ഇബ്രാഹിം നദങ്ങൾക്ക് മനസ്സിലായി ഇത് ശൈത്താനാണെന്ന്. ഒരൊറ്റ ആട്ടലങ്ങ് വെച്ചു കൊടുത്തു. നീ നിന്റെ പണി നോക്കിപ്പോയിക്കോ, എന്നതിന് കിട്ടൂല. ഭാര്യമാരില്ലേ, കുടുംബമില്ലേ, മക്കളില്ലേ, കൊട്ടാരല്ലേ അള്ളാഹു തആല തന്നത്? എത്ര സുഖത്തിലായിരുന്നു നിങ്ങള്. ഒരൊറ്റ ദിവസത്തെ ചിന്ത കൊണ്ട് നിങ്ങൾ ഇങ്ങനെ മാറിപ്പോരാൻ പറ്റുമോ? നിങ്ങൾ നല്ല ബുദ്ധിയുള്ള മനുഷ്യനല്ലേ? എന്തെല്ലാമാണ് വന്ന് പറയുന്നത്. ഇബ്രാഹിം നദം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ ശിഷ്യന്മാരോടുകൂടെ ഹജ്ജിന് വന്നപ്പോ മഹാനവറുകൾ വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് വരുമ്പോ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടി വളർന്ന് വലുതായി. ആ കുട്ടി ഹജ്ജിന് വന്നിട്ടുണ്ട്. മത്താഫിൽ തവാഫ് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തില് ഈ കുട്ടി ഇങ്ങനെ ദിക്റും ചൊല്ലിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഇബ്രാഹിം നദം റളിയല്ലാഹു അൻഹു കണ്ടു. ഒരു നോട്ടം ഇങ്ങനെ നോക്കിയിട്ട് മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞുപോയി. ശിഷ്യന്മാർ ചോദിച്ചു, എന്താ ഉസ്താദേ കരയുന്നത്, എന്താ പ്രശ്നം? ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞ കരാറിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് എനിക്ക് പേടിയാകുന്നു. എന്റെ മോന് മത്താഫ് ചെയ്യുന്ന ത്വാഫ് ചെയ്യുന്ന ഒരാൾക്കാരുടെ കൂട്ടത്തിൽ എന്റെ മോനെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അവരൊക്കെ വെടിഞ്ഞു വന്നതല്ലേ. ഞാൻ ഇപ്പൊ എന്റെ മോന്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് എന്നെ പോയി പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് എന്റെ ഒരു സലാം പറയണേ, ഞാൻ ആ മകന് ദ്വാരക്കുന്നുണ്ട് എന്നും പറയണേ. എനിക്ക് ആ മകന്റെ കൂടെ ഇനി ഒരു പക്ഷേ ദുനിയാവെന്ന് ജീവിതം കിട്ടിയെന്ന് വരില്ല, എന്നാലും ആഖിറത്തിൽ വെച്ച് ഒരുമിച്ച് കൂടാമല്ലോ. ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞ കരാർ അങ്ങനെയല്ലേ, അത് പൊളിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. മുരീദന്മാരിൽപ്പെട്ട ഒരാൾ പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ഉപ്പ. ഉടനെ ചോദിക്കുന്നു, ഇബ്രാഹിമിന് അദ്ദേഹമല്ലേ, എവിടെയാണ് എന്റെ ഉപ്പ? എനിക്കൊന്ന് കാണണം, ഉപ്പയോടുകൂടെ ഒരുമിച്ച് കൂടണം. ഉപ്പ ഈ മക്കയിൽ തന്നെയുണ്ട്. നിങ്ങൾ ഉപ്പാൻ അന്വേഷിച്ച് വരേണ്ടതില്ല, നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്. സലാം മടക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉപ്പ ദ്വാരക്കുന്നുണ്ട്. മകൻ ഒരുപാട് ഉപ്പാക്ക് ദുആ ചെയ്തു കൊടുത്തു. അള്ളാഹുവിനോട് പറഞ്ഞൊരു വാക്കല്ലേ, ആ വാക്ക് മാറ്റാൻ പറ്റൂലല്ലോ. ഉമ്മമാരെ ചിലപ്പോഴൊക്കെ മക്കൾക്ക് അസുഖം വന്നിട്ട് നേർച്ചയാക്കും. ആ നേർച്ചയാക്കുന്നത് പിന്നീട് അസുഖം മാറിയാല് മനസ്സിൽ വന്നിട്ട് ശൈത്താൻ പറയും, നിങ്ങൾ ഇങ്ങനല്ലേ പറഞ്ഞത്, ഒന്നുകൂടി ഉസ്താദിനോട് ചോദിച്ചു നോക്കി, ഇന്ന് മാറ്റം കിട്ടുമോ, വല്ലത് കുറവും കിട്ടുമോ, വല്ല മാറ്റവും കിട്ടുമോ? എന്താ നേർച്ചയാക്കിയത്? ഈ മകന്റെ അസുഖം മാറാൻ വേണ്ടി നേർച്ചയാക്കിയ ഉമ്മ പറഞ്ഞു, മകന്റെ അസുഖം മാറിയാൽ ഈ മകനെയും കൂട്ടിയിട്ട് ഞാനങ്ങ് ഉംറക്ക് പോകും. സുബ്ഹാനല്ലാഹ്, ചെറിയ നേർച്ചയൊന്നല്ല, വലിയ നേർച്ചയാക്കിയത്. അങ്ങനെ തന്നെ ചെയ്യണോന്ന് ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഉസ്താദിനോട് വെച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ തന്നെ ചെയ്യണം. ഉസ്താദേ, അത് മാറ്റല്ലേ, ഞാൻ അങ്ങനെ നിശ്ചയിച്ച് പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ പറഞ്ഞതാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ ഇബ്ലീസ് വന്നിട്ട് പറയും, ആ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ വേറെ ഉസ്താദ് ചോദിച്ചു. ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞ ഇബ്ലീസ് വന്നിട്ട് പറയും, ഈ ഉസ്താദ്മാർ പറഞ്ഞു നോക്കണ്ട, അവിടെ ഉണ്ട് ഒരു ഉസ്താദ്, അവിടെ പോയി ചോദിച്ചു നോക്കി. അങ്ങനെ പിന്നെ ഉമ്മത്തിന്മാർക്ക് ഏത് ഉസ്താദോടും ചോദിക്കണ്ട, എല്ലാ ഉസ്താദ്മാരും മറുപടി ഒന്നെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യണപ്പോ? ഉംറക്ക് പോകണോ? വേറെന്താ മാർഗം? ഈ കുട്ടിന്റെ അസുഖം മാറിയാൽ കുട്ടിയെയും കൂട്ടിട്ട് ഉംറക്കുന്നല്ലേ പറഞ്ഞത്? ഉംറക്ക് പോകണം, അതിന് കഴിവുണ്ടാകാൻ ദ്വാരക്കണം. നിങ്ങൾക്ക് അപ്പ കഴിവില്ലെങ്കിൽ ശേഖരിച്ച് ആ വഫാ, ആ കരാർ പൂർത്തിയാക്കണം. മാറ്റം പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു തആല ഖുർആൻ പറഞ്ഞ വലിയൊരു മഹത്തല്ലേ അത്. വഇബ്രാഹിം അല്ലദീ വഫാ, പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ച മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. 86-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ താരാട്ട് പാടിയിട്ട് വീട്ടിലൊക്കെ സുഖിച്ച് ഇങ്ങനെ കളിച്ച് ആ കുഞ്ഞിന്റെ കൂടെ രസം പങ്കിടുന്നതിന് പകരം അല്ലാഹു തആലാന്റെ കൽപ്പന വന്നു, ഈ കുട്ടിയെയും കുടുംബത്തെയും പരിശുദ്ധമായ കഅബന്റെ ചാരത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണം. അത് പിന്നെ അവിടെ നിങ്ങൾ ജോലി എടുത്തു കൂടാൻ പറ്റൂല, അവിടെ ആക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരണം, അവരവിടെ നിൽക്കണം. അങ്ങനെ തന്നെയല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്? നല്ല മാറ്റം ഉണ്ടായോ? ആ കൽപ്പന അക്ഷരം പ്രതി അംഗീകരിച്ചു. അങ്ങനെയാണോ റബ്ബേ? അങ്ങനെ തന്നെ, വേറെ ഒരു മാർഗവുമില്ല, വേറൊരു മാർഗം സ്വീകരിക്കാൻ ഒരുക്കമില്ല, ചേഞ്ചും വരുത്താൻ ആഗ്രഹമല്ല. പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെയാണ്, അതിനൊരു മാറ്റല്ല.
മഹാന്മാരൊക്കെ അങ്ങനെയാ. ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വേട്ടയാടാൻ വേണ്ടി വന്നു മക്കയിൽ വെച്ച്. മഹാനവർകൾ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, നിന്നോട് ഞാൻ ചെയ്ത ഒരു കരാറുണ്ട്, നിന്നോട് ഞാൻ ചെയ്തൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ഒരൊറ്റ മുശ്രിക്കിനും എന്റെ ശരീരം ഞാൻ കീഴ്പ്പെടുത്തി പോകൂല, ഒരൊറ്റ മുശ്രിക്കും എന്റെ ശരീരം തുടരുത്, ഒരു മുശ്രിക്കിന്റെ കീഴിലും നിന്നുപോകാൻ എനിക്ക് കഴിയൂല. നിന്നോട് ഞാൻ ചെയ്തൊരു കരാറാണ്, ഞാൻ അധ്വാനിച്ച് നിന്റെ ദീനിന് വേണ്ടിയല്ലേ. അതുകൊണ്ടൊരു മുശ്രിക്കിന്റെ കീഴിൽ, കരാറിന്റെ കീഴിൽ ഇറങ്ങാൻ എനിക്ക് കഴിയൂല. അല്ലാഹ്, താഴ്ഭാഗത്ത് നിൽക്കുന്ന മുശ്രിക്കുകള് ഒരു ഗുഹയെപ്പോലെ കുന്നിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് അമ്പെയ്ത്ത് നടത്തി മഹാനവറുകളെയും 6 പേരെയും അവിടെ വെച്ച് വധിച്ചു കളഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഒരു വാക്ക് പറഞ്ഞു, ആ വാക്ക് അതാ മഹാനവറുകൾ പാലിച്ചു. അങ്ങനെയല്ലേ അല്ലാഹുവിനോടുള്ള കരാറ്. ആ കരാറ് പാലിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പാലിക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കും. ഔഫൂ ബിഅഹദി ഊഫി ബിഅഹദികും, നിങ്ങൾ എന്നോടുള്ള വാഗ്ദത്തം പാലിക്കണം, നിങ്ങളോടുള്ള വാക്ക് ഞാനും പാലിക്കും, നിങ്ങളോടുള്ള വാക്ക് ഞാനും പാലിക്കും, നിങ്ങളെ സൂക്ഷിക്കേണ്ടതുപോലെ ഞാൻ സൂക്ഷിക്കും. അതുകൊണ്ടാണ് പിൽക്കാലത്ത് മാസങ്ങൾക്ക് ശേഷം ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ് ശത്രുക്കൾ അവിടെ വധിച്ചത് എന്നുള്ള വിവരം കിട്ടിയപ്പോ മക്കയിലുള്ള മുശ്രിക്കുകൾ പറഞ്ഞു, പലരും പറഞ്ഞു, ആസിം ബിൻ സാബിത്തിന്റെ തല എടുക്കണം, ആ തല നമുക്ക് മക്കയിലേക്ക് കൊണ്ടുവരണം. സുലാഫ എന്ന് പറയുന്ന പെണ്ണ് വിളിച്ചു പറഞ്ഞു, ആസിമിന്റെ തലയോട്ടിയിൽ വെള്ളമൊഴിച്ച് എനിക്ക് കുടിക്കണം, ആ തലയോട്ടി കൊണ്ടുവന്നാൽ വരുന്നവർക്ക് ഞാൻ സ്വർണം കൊടുക്കാം, വരുന്നവർക്ക് ഞാൻ വെള്ളി കൊടുക്കാം, ഉദ്ദേശിക്കുന്ന ദിർഹമും ദീനാറും കൊടുക്കാം. അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ച ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുക്കാൻ വേണ്ടി കുന്നിൻ മുകളിലേക്ക് ശത്രുക്കൾ ഇരച്ചു കയറുമ്പോ തേനീച്ചക്കൂട്ടം വന്ന്, കടന്നൽ കൂട്ടം വന്ന് തുരുതുരാ കുത്തിപ്പോയി. അല്ലാഹു കൊടുക്കുന്ന കാവലാണ്. അടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, ശരീരം തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, രാത്രിയാകട്ടെ, രാത്രിയാകുമ്പോ തേനീച്ചയും കടന്നലൊക്കെ പോയി പോകും, നമുക്ക് പെട്ടെന്ന് വന്ന് മുറിച്ചെടുത്ത് കൊണ്ടുപോകാം. രാത്രിയായപ്പോഴോ പുറത്തിറങ്ങാൻ കഴിയാത്ത മഴയാണ്. ഔഫൂ ബിഅഹദിഹി ഊഫി ബിഅഹദികും, എന്നോടുള്ള വാക്ക് നിങ്ങൾ പൂർത്തീകരിക്കണം, നിങ്ങളോടുള്ള കടപ്പാട് ഞാനും പൂർത്തീകരിക്കും. റബ്ബിന്റെ വാഗ്ദാനമല്ലേ. രാത്രി പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ നേരം വെളുത്തവര് പോയി നോക്കുമ്പോ അങ്ങനെ ഒരു ശരീരമോ കൂടെയുള്ളവരുടെ ശരീരമോ തെരഞ്ഞിട്ടെവിടെയും കണ്ടില്ല. പിന്നെയല്ലേ തലമുറിക്കുന്നത്. ശരീരം ഒന്ന് കാണാൻ പോലും അല്ലാഹു അവസരം കൊടുത്തില്ല. അസ്ഹാബുൽ കഹ്ഫ് ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോ അല്ലാഹുവിനോട് ദ്വാരുന്നില്ല, പടച്ചോനെ, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. നിന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് റബ്ബേ നാടും വീടും കുടുംബവും സ്വത്തുമൊക്കെ ഒഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരായ യൗവനത്തിന്റെ കിളിർക്കുന്ന പ്രായത്തിൽ, കൗമാരപ്രായത്തിൽ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ തരണം. ആരും വന്നിട്ട് ഞങ്ങളെ ശരീരത്തിൽ തൊടാനോ, ഞങ്ങളെ കൊണ്ടുപോകാനോ, ഞങ്ങളെ ഇഞ്ചിഞ്ചായി മുറിക്കാനോ നീ അവസരം കൊടുക്കരുത് അല്ലാഹ്. അവര് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് പോന്ന ദഖ്യാനൂസ് എന്ന് പറയുന്ന നിഷേധിയായ രാജാവ് ഈ മഹാന്മാരെയൊക്കെ ഗുഹയുടെ ഉള്ളിൽ കണ്ടു. പക്ഷെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങാൻ പേടി. അല്ലാഹു ആണ് പേടിയിട്ട് കൊടുത്തത്. ലവിത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറൻ വലമുലിത മിൻഹും റുബാ. കണ്ടാൽ അടുക്കാൻ കഴിയൂല. ലവല്ലൈത മിൻഹും ഫിറാറ, പേടിച്ചിട്ട് ഓടിപ്പോകും. ആര് പോയി നോക്കിയാലും പേടിയായി പോകും. ആ രൂപത്തിൽ അവരെ ശരീരത്തിന് അല്ലാഹു ബഹുമാനിട്ട് കൊടുത്തു. ഒരൊറ്റ ആളും ആ ശരീരം തൊട്ടില്ല. രാജാവ് പറഞ്ഞു, അവര് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല, പോകാൻ കഴിയുന്നില്ല, ഒരു കാര്യം ചെയ്യാം, അവരിനി പുറത്തു വരാൻ പാടില്ല, എന്റെ മേൽക്കൂര മൊത്തം അങ്ങോട്ട് അടക്കാൻ തീരുമാനിച്ചു. കണ്ടോ, തൊടാൻ പറ്റിയില്ല. അവരെ രാജാവ് ഉദ്ദേശിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
അള്ളാഹുവിന്റെ കാവലാണത്. കാരണം അള്ളാഹുവിന്റെ വിശ്വാസം അവർ നെഞ്ചേറ്റിയത് കൊണ്ട് അവർ ചോദിച്ച ചോദ്യവും അള്ളാഹു തആല കൊടുക്കുകയാണ്. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. ചെറിയ കാവലൊന്നുമല്ല. അതുകൊണ്ട് ഏത് നേർച്ച ചെയ്യുന്ന സമയത്തും പൂർത്തീകരിച്ച് വീട്ടണം, മറന്നു പോകരുത്, എഴുതി വെക്കണം. പ്രതിസന്ധികൾ ഇങ്ങനെ കുനുകുനേന വരും. അതിൽപ്പെട്ട ഒന്നാണ് കടം. അതും ഒരു അഹദാണ്, ഒരു കരാറാണ്. കടം വാങ്ങുന്നത് പൂർത്തീകരിച്ചു കൂട്ടണം, വാഗ്ദാനങ്ങൾ ചെയ്യുന്നത് പൂർത്തീകരിച്ചു കൊടുക്കണം. ഒരാളോട് നമ്മൾ പറഞ്ഞു എനിക്ക് ആ സ്വത്തൊന്ന് വിട്ടുകിട്ടേണ്ടതുണ്ട്. സ്വത്ത് വിറ്റ് കിട്ടിയാലോ? സ്വത്ത് വിറ്റ് കിട്ടിയാല് ഏതെങ്കിലും ഒരു കുട്ടീനെ, നാട്ടിലൊരു പാവപ്പെട്ട കുട്ടീനെ കെട്ടിക്കുമ്പോ ഒരു 5 പവനെങ്കിലും ഒന്ന് കൊടുക്കാന്നുള്ളൊരു മോഹമുണ്ട്. ആ മോഹം മനസ്സിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹു തആല നല്ല വില കൊടുത്തിട്ട് സ്വത്തങ്ങ് വിറ്റു. സ്വത്ത് ഇയാള് വിറ്റു. അപ്പൊ മറ്റയാൾ വന്ന് ഓർമ്മപ്പെടുത്തി, അല്ല ഒരു പെൺകുട്ടിന്റെ, പാവപ്പെട്ട പെൺകുട്ടിന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാന്നല്ലേ പറഞ്ഞിരുന്നത്? അത് ഇതിനല്ല, അത് അടുത്തേനാ. കണ്ട മാറി. സമ്പത്തൊക്കെ കയ്യിൽ കിട്ടിയപ്പോഴേക്ക് ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം വന്നിട്ടുണ്ട്. ഒരു 5 പവൻ കൊടുത്താൽ ആ കുട്ടിക്ക് ഒരു സന്തോഷം ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാന്നല്ലേ പറഞ്ഞ്? സ്വത്ത് വിറ്റല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കാനും വലിയ വിലയിലല്ലേ സ്വത്ത് വാങ്ങിപ്പോയത്? ഒരു 5 പവൻ കൊടുത്തൂടെ? അത് ഇതിനല്ല, നമ്മൾ വേറെ കുട്ടിക്ക് നോക്കാം. രണ്ടാമത്തെ കുട്ടി ഒന്ന് വേറെ കുട്ടിക്ക് നോക്കാം, വേറെ കുട്ടി ഒന്ന് വേറെ കുട്ടിക്ക് നോക്കണ്ട. ഇതാണ് ശൈത്താന്റെ പണി. വല്ല അഹദും അല്ലാഹനെ മുൻനിർത്തി പറഞ്ഞാൽ ഞാൻ അവിടെ വരും, മറയിടാൻ വരും. അതുകൊണ്ടത് പൂർത്തിയാക്കി വിട്ടാനുള്ള ശ്രമം നിങ്ങളിൽ ഉണ്ടാകണം. പിന്തിരിപ്പൻ ശൈലിയുമായിട്ട് ഞാൻ വരും എന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് പറയുന്നു. മൂന്നാമത്തെ കാര്യം മഹാനവറുകൾ പറയുന്നു, വലാ തഖ്റുജന്ന സ്വദഖതൻ ഇല്ലാ അംലൈതഹാ. സംഭാവന കൊടുക്കാൻ വേണ്ടി വല്ലതും കീശയിലിട്ട് വന്നാല് അതങ്ങ് കൊടുത്തേക്കണം. ഒരാളും ഒരു സ്വതക്കയും പുറപ്പെടുവിക്കൂല, സ്വതക്കയും കൊണ്ടുപോകൂല. അത് നടപ്പിലാക്കാൻ നോക്കുന്ന സമയത്ത് ഞാൻ അവിടെ വരും. എന്നിട്ട് ഞാൻ അവനും ആ സ്വതക്ക പൂർത്തിയാക്കുന്നതിന്റെയും ഇടയിൽ ഞാനങ്ങ് മറയിട്ട് പോകും. അത്ര കൊടുക്കണ്ട, ഇത്ര കൊടുത്തോ. ഒരേന്ന് പോരുമ്പോ ഏതായാലും ഉറൂസിന് വരില്ലേ? കുറെ കാലമായി ഉറൂസിന് പങ്കെടുക്കുന്ന, അടുത്ത കൊല്ലം കിട്ടിയില്ലെങ്കിലോ ഒരു 500 രൂപ കൊടുക്ക വാപ്പാന്റെ പേര് ധാർപ്പിക്കാൻ. ഇവിടെ എത്തിയപ്പോ മൂപ്പര് പറഞ്ഞു, ഇബ്ലീസ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അടുത്തെത്തിയ നേരത്ത് 500 മൊത്തം കൊടുക്കണ്ടാന്ന്. ഞാൻ നല്ലത് കേട്ടൂലേ? 313 ശ്രേഷ്ഠമായ എണ്ണല്ലേ, ബദരീങ്ങൾ എണ്ണല്ലേ, 313 കൊടുത്തേക്ക്. ഞാൻ 313 ബദരീങ്ങളെ പേര് പറഞ്ഞിട്ട് ഉസ്താദ് ആയിരുന്നോളും. കണ്ടാ, നമ്മളെ 500 ഒരു 313 ആക്കാൻ അവന്റെ ശ്രമം. അതുകൊണ്ട് സ്വതക്ക കൊടുക്കാൻ വേണ്ടി എന്ത് കയ്യിൽ കരുതി വരുന്നോ അതങ്ങ് കൊടുത്തേക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, പിന്നെ പിന്തിരിപ്പ് ബാക്കോട്ട് പോകരുത്. പിന്തിരിപ്പൻ ശൈലി വന്നാൽ ഞാൻ അവിടെ മറയിടും, പിന്നത് കൊടുക്കാനേക്കൂല. എന്റെ ശ്രമം അതാണ്. സ്വതക്ക കൊടുത്താൽ ഒരു മനുഷ്യന് എത്ര വലിയ സ്ഥാനം കിട്ടും. അതേ സ്വതക്ക കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നത് വരെ ഞാൻ അവിടെ നിൽക്കും. അങ്ങനെ നിന്നിട്ടോ ഞാൻ അവരെ പിന്തിരിപ്പൻ ശൈലി